അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം തിരൂരങ്ങാടിയിൽ വ്യാജ RC ബുക്ക് നിർമ്മിച്ച സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തു. തിരൂരങ്ങാടി RT ഓഫീസിൽ നിന്ന് തയ്യാറാക്കിയ വ്യാജ RC ബുക്ക് ഉടമകൾക്ക് എതിരെയാണ്, വ്യാജ RC ബുക്കിന്റെ ഉടമകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സമീർ ബിൻ മുഹമ്മദ് വീണ്ടും ചേരുന്നു തിരൂരിൽ നിന്നും. സമീർ ബിൻ കരീമാണ്. സമീർ, ഈ വ്യാജ RC ബുക്ക് നിർമ്മാണം അതെന്തിനു വേണ്ടിയാണ്? കേവലം RC ബുക്ക് ഉണ്ടാക്കുന്നതിനപ്പുറം വേറെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? അന്വേഷണം ഏത് വഴിയിലാണ്? ഹാഷ്മി, കഴിഞ്ഞ ദിവസമാണ് തിരുരങ്ങാടി സബ് RT ഓഫീസിന് കീഴിൽ വ്യാജ RC നിർമ്മിച്ചതായിട്ടുള്ള വാർത്ത 24 തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ തിരുരങ്ങാടി സബ് RT ഓഫീസിന് കീഴിൽ 7 RC ഓഫീസുകളാണ് നിർമ്മിച്ചത്, അതായത് RC ബുക്കുകളാണ് നിർമ്മിച്ചത്. അത് പ്രധാനമായും പറയുന്നത് ഈ യഥാർത്ഥ ഉടമ അറിയാതെയാണ് ഇത്തരത്തിൽ ഈ RC ബുക്ക് നിർമ്മിച്ചതെന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പരാതിയായി പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് RTO തിരുരങ്ങാടി പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് നിലവിൽ തിരുരങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് പുതുതായി വ്യാജ RCയിലുള്ള വ്യാജ ഉടമകൾക്കെതിരാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് വ്യാജരേഖ ചമക്കൽ, വിശ്വാസവഞ്ചന, ആൾമാറാട്ടം, വഞ്ചന, സംഘം ചേർന്ന് കുറ്റകൃത്യം ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തിരുരങ്ങാടി സബ് RT ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ വ്യാജ RC ബുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് ആരോപണമായി വന്നത്. എന്നാൽ നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഈ RCയിലെ പുതിയ ഓണർമാർക്കാണ്. പക്ഷേ ഓഫീസിനുമായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ഉദ്യോഗസ്ഥരുമായിട്ടോ ഇതുമായി ബന്ധമില്ല എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി പോലീസും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. പക്ഷേ ഈ യഥാർത്ഥ ഉടമ അറിയാതെയാണ് ഇത്തരത്തിൽ RC നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും യഥാർത്ഥ ഉടമയ്ക്ക് OTP ലഭിക്കാതിരിക്കാൻ വാഹന ഉടമയുടെ രേഖകളിൽ നിന്നും ഇത്തരത്തിൽ യഥാർത്ഥ ഉടമയുടെ ഫോൺ നമ്പർ നീക്കം ചെയ്ത് പുതിയ നമ്പർ തിരികെ കയറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ RC നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ വ്യാജ RC നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായവും ഒത്താശയും ഒപ്പം തന്നെ പുതിയ നമ്പറും ഇതിൽ തിരികെ കയറ്റിയത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി വന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടിയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹാഷ്മി. ശരി സമീർ, RC ബുക്കിലെ ഉടമകൾക്കെതിരെയാണ് ഇപ്പോൾ കേസുള്ളത്. ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇത് ഈ വേലി തന്നെ വിളവ് തിന്നുകയാണോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.